8. ചേട്ടാ, ഈ വേദി 8-ല് കഥകളി സംഗീതാണോ? കഥാപ്രസംഗ? എവിടെ ചേട്ടാ, വേദി 8-ല് കഥാപ്രസംഗാണെന്ന്. ഒന്ന് പോയി നോക്കിയാലോ? ഡയലോഗിനൊക്കെ എന്താ ഒരു പഞ്ച്, പോരാത്തതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഇതിപ്പോ ഒന്ന് പഠിക്കാൻ എന്താ വഴി? അന്വേഷിച്ചോക്കാം. ഇതിപ്പോ ഒരു ടീമിനെ പോലും കാണാനില്ലല്ലോ. ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. കഥാപ്രസംഗത്തിന്റെ ടീമാണോ അത്? ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതെന്താ കഥാപ്രസംഗ? നിങ്ങളോട് പ്രാക്ടീസ് ചെയ്യാ? എന്നെ കൂടെ ഒന്ന് പഠിപ്പിക്കുക, എനിക്ക് പഠിക്കാൻ ഭയങ്കര ആഗ്രഹം. ഞാൻ ഈ സ്റ്റേജിൽ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനെ പെർഫോം ചെയ്യാൻ പാകത്തിന് എനിക്കൊന്നും അറിയില്ല. സ്നേഹമുള്ള കലാസ്നേഹികളെ, പ്രിയ കൂട്ടുകാരെ, നമസ്കാരം. അല്ല, ഇപ്പൊ പ്രേക്ഷകരെ സ്വാഗതം ചെയ്തില്ലേ, ഇനി ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ പറ്റി? അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ഇൻസ്ട്രുമെന്റ്സ് ആണ്. കഥാപ്രസംഗത്തിന് മൊത്തത്തിൽ 4 ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് കേട്ടോ. ഇതിന്റെ പേരെന്താ ചേച്ചിക്ക് അറിയാം? തബല. ഇതിന്റെയോ? അതറിയില്ല. ഇതാണ് എന്റെ തബല വായിക്കുന്ന ചേട്ടൻ. ഈ ഇൻസ്ട്രുമെന്റിന്റെ പേരെന്താണെന്നറിയോ? ഇതിന്റെ പേരറിയില്ല, പക്ഷെ ഇത് വെച്ച് ഇങ്ങനെ അടിക്കുമ്പോ നല്ല സൗണ്ട് ഉണ്ടായിട്ട് ആൾക്കാർ ഞെട്ടി ഉണരുന്നത് കണ്ടിട്ടുണ്ട്. ഇത് ഒരു സപ്പോർട്ടിങ് ഇൻസ്ട്രുമെന്റ് പോലെ തന്നെയാണ്. നമ്മൾ പാട്ടൊക്കെ പാടുമ്പോൾ ചെറുതായിട്ട് താളം ഇടാൻ തിരുവാതിരക്കൊക്കെ യൂസ് ചെയ്യുന്നത്. ഈ ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് ജിപ്സി. ഇത് ഹാർമോണിയം. ഇതെനിക്കറിയാം. ചേച്ചി ചെറിയൊരു പോർഷൻ പഠിപ്പിക്കാം. ഇതിന്റെ ഉടമയെ ഞാൻ പറയണോ? ഇതിന്റെ ഉടമയെ ഞാൻ പറയണോ? അതൊരു പക്ഷേ മഹാരാജാവാകാം. അതൊരു പക്ഷേ മഹാരാജാവാകാം. എന്റെ അച്ഛനാകാം. എന്റെ അച്ഛനാകാം. സഹോദരനാകാം. പറയണോ? പറയണോ ഞാൻ ആ വീരനായകനെ? ആ ചേച്ചി അടിപൊളിയാ. റിപ്പോർട്ടിംഗ് പോലെ ഏതായാലും അത്ര എളുപ്പമല്ല കഥാപ്രസംഗം. ഭാവവും താളവും അക്ഷരശുദ്ധിയും ഒക്കെ ചേർത്തിണങ്ങുമ്പോഴാണ് കഥാപ്രസംഗമാവുന്നത്. ഏതായാലും കഥാപ്രസംഗ കളരി ഇവിടെ തീരുവാണ്. ഇനി അടുത്ത വാർത്തയ്ക്ക് പോകേണ്ടതുള്ളതുകൊണ്ട് ക്യാമറാമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്.